ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് വന്നിട്ട് ബാക്കും ബൈസെപ്സും. ബാക്ക് ഒരു 4 വർക്കൗട്ട് ഉണ്ടാവും, പിന്നെ ഒരു 2 വർക്കൗട്ട് അല്ലെങ്കിൽ 3 വർക്കൗട്ട് ബൈസെപ്സിന്. അതാണിപ്പോൾ കറൻ്റ് ഉള്ള പ്ലാന്. പിന്നെന്താ, ഇന്ന് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. ലോവർ ബാക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് വർക്കൗട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ രീതിയിലായിരിക്കും വർക്കൗട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ അത് കണ്ടിട്ടില്ല. നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇല്ല, കാരണം അത് താഴത്തെ നിലയിലാണല്ലോ, അതൊരു സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യണം. ലോവർ ബാക്ക് ഞാൻ പറഞ്ഞതിന് മുന്നേ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാനുണ്ട്. സോ അതുകൊണ്ട് ലോവർ ബാക്കിൻ്റെ തിക്നെസ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആകുന്ന രീതിയിലുള്ള വർക്കൗട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അഫ്കോഴ്സ് അപ്പർ ബാക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പുള്ളിങ് മൂവ്മെൻറ്റ്സും റോയിങ്ങും പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ, കേൾസ്, ബൈസെപ്സിന് അങ്ങനെയൊക്കെ കറണ്ടുള്ള പ്ലാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വർക്കൗട്ട്. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ. അത് സിംഗിൾ ആം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മെയിൻ റീസൺ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ലെഫ്റ്റ് ലാറ്റ് മസിൽ ഒട്ടും മസിൽ മൈൻ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ് ഒക്കെ പിടിക്കുമ്പോൾ ശരിക്കും വ്യത്യാസമുണ്ട്. അതായത് റൈറ്റ് സൈഡ് ആണെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുണ്ട്, പുറത്തേക്ക് സ്പ്രെഡ് ആകുന്നുണ്ട്. ലെഫ്റ്റ് ആണെങ്കിൽ തീരെ സ്പ്രെഡ് ആകുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര എന്താ പറയുക, മെൻ്റൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്യാനാണ് പ്ലാനുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടെ രണ്ട് സൈഡും ഈക്വലി ഇമ്പോർട്ടൻറ്റോട് കൂടിയിട്ട് എൻഷുർ ചെയ്യാൻ പറ്റും, രണ്ടിനും പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന രീതിയിൽ. അപ്പോൾ സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ചെയ്യാം. ഇതൊരു 3 സെറ്റ്സ് 3-3. കുറച്ച് ടൈം പിടിക്കും, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം എഫക്റ്റീവായി. ഞാൻ ഇതൊരു വർഷം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ഓക്കെ, ഗൈസ്, 2 വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വന്നിട്ട് ഒരു സിംഗിൾ ആം സ്ട്രെയിറ്റ് ആം പുൾ ഡൗണ്, സെക്കൻഡ് മെഷീനിൽ റോയിങ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 7 സെറ്റാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു പുൾ ഡൗൺ മൂവ്മെൻറ്റ്, ഇത് സിംഗിൾ ആം ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ടോട്ടലി 3 വർക്കൗട്ട്സ്.
ബൈസെപ്സ് നല്ലോണം പമ്പായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വർക്കൗട്ടിൽ മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്ത് ചെയ്യിക്കില്ല സിംഗിൾ ആമിൽ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ബാക്കിൻ്റെ ഒരു വർക്കൗട്ട് ബാലൻസ് ഉണ്ട്, അതായത് ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഞാൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക് വെച്ചാൽ റീസൺ എന്താ വെച്ചാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈസെപ്സ് ലോഡ് കയറ്റി ചെയ്യാൻ പറ്റത്തില്ല, അത് ഭയങ്കര പെടുത്തായിരിക്കും. സോ അതുകൊണ്ട് ഞാനെപ്പോഴും ബാക്കിന് ദിവസം ഹൈപ്പർ എക്സ്റ്റൻഷൻ പോലെയുള്ള വർക്കൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെപ്പം ബൈസെപ്സിന് ശേഷം ചെയ്യല്. സോ അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ്റെ മെഷീനിൽ ചെയ്യാം. ഓക്കെ, അവിടെ പ്ലേറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, മറ്റേ കെറ്റിൽ ബെൽ ഉണ്ടാവും, അത് വെച്ച് വെയിറ്റ് യൂസ് ചെയ്തിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യാം ലോവർ ബാക്കിന്. അപ്പോൾ ഈ മെഷീൻ നോർമലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട്, പക്ഷെ അധികം ആരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള മെഷീനാണ്, ചെയ്താൽ ബാക്ക് കാണാനുണ്ടാവും. അത് നല്ലൊരു കട്ടിങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്ക് നല്ല തിക്നെസ് എല്ലാം ഫീൽ ചെയ്യേണ്ടെങ്കിൽ ബാക്കിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ മസ്റ്റായിട്ട് ചെയ്തോ, സൂപ്പർ എഫക്റ്റീവാണ്. സോ മിസ് ചെയ്യാണ്ട് ഇങ്ങനത്തെ വർക്കൗട്ട്സും കൂടെ ആഡ് ചെയ്യുക. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഹൈപ്പർ എക്സ്റ്റൻഷൻ്റെ മെഷീനായത്. കാരണം വെച്ചാൽ ഭയങ്കര പ്രീമിയം ലുക്കാണ്. ഇതുണ്ടാക്കി വെച്ചാൽ ബയോ മെക്കാനിക്സ് സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കിക്കോ, ജസ്റ്റ് എടുത്ത് പൊക്കിയിട്ട് ആയിട്ടാൽ മതി. ഇങ്ങനത്തെ ലോക്കിംഗ് സിസ്റ്റമുള്ള സാധനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല പ്രീമിയം മെഷീനാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കറൻ്റ്ലി ഉള്ള കോമ്പറ്റീഷൻ ശേഷം ഇപ്പോൾ സിറ്റുവേഷൻ ഞാൻ കാണിച്ചത് എന്താണ്. അത്യാവശ്യം ഒരു അലമ്പായിട്ടുണ്ട്, കുഴപ്പമില്ല, സ്വാഭാവികമാണ്. അങ്ങനെ ആണ്ട് വേറെ റഷ്യൊന്നുമില്ല. ഞാൻ എന്തായാലും കാണിച്ചത് ഇതാണ് അവസ്ഥ. കുറച്ച് ഫാറ്റെല്ലാം കയറി, നോർമലാണ്. ഇന്ന് ആപ്സ് കംപ്ലീറ്റ് പോയിട്ടുമില്ല, സ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് തൽക്കാലത്തേക്ക് 2 ആഴ്ച ഡയറ്റിലൊന്ന് പ്രോപ്പറാക്കാനുള്ള പ്ലാൻ ഉണ്ട്. 2 ആഴ്ചത്തേക്കല്ല, ഇനി കണ്ടിന്യൂസ്ലി പ്രോപ്പറാക്കണം. എന്നാലും കട്ടിങ് ടൈപ്പ് ഓഫ് ഡയറ്റിലേക്ക് വരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ കറണ്ട് ഷുഗറിൽ അടിച്ച് കയറ്റുന്നത് എന്തിനാ അറിയില്ല. ഭയങ്കര ഷുഗർ കഴിച്ചാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചുമ്മാ ജ്യൂസെല്ലാം വാങ്ങിയിട്ട് കുടിക്കുക, പിന്നെ ബേക്കറി കിട്ടുന്ന മറ്റേ ഭയങ്കര ക്രീമി ആയിട്ടുള്ള, അതുപോലെ തന്നെ മിൽക്കിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുറേ മൈസൂർ പാക്കോൽ സാധനമില്ല, എന്താ പറയുക അറിയില്ല, ചെറിയായിട്ട് ഭയങ്കര ടേസ്റ്റുള്ള മധുരമുള്ള അതെല്ലാം വാങ്ങിയിട്ട് ചുമ്മാ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കറൻ്റ് ഫേസ് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ കട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഷുഗർ ഫുൾ ഡൗൺ ആക്കണം, രക്ഷയില്ല. ഭയങ്കര ക്രൈംസ്, വേറെ ഒന്നും കൂടെ അത്ര വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ കറൻ്റ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഫുഡിൻ്റെ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ അതിൽ ഒഴിവാക്കാൻ പോവുകയാണ്. ചായ മസ്റ്റായിപ്പോയി, ചായ മാത്രം 2 ചായ മാത്രം, ആ ഒരു രീതിയിലേക്ക് ചുരുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ പുതിയ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.